ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സ്വർഗീയവാസമവർണ്ണനീയം സ്വത്തും സമ്പാദ്യവും ദൈവം തന്നെ. സ്വർഗീയവാസമവർണ്ണനീയം സ്വത്തും സമ്പാദ്യവും ദൈവം തന്നെ. സത്യവും നീതിയും നിത്യം വാഴും തീരം നിത്യവും ആസുരം ശാന്തി തീരം. സത്യവും നീതിയും നിത്യം വാഴും തീരം നിത്യവും ആസുരം ശാന്തി തീരം. നാഥൻ വരും നാളിൽ നാഥനോടം നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. ഭൂമിയിലെ വാസമതെന്നു തീരും അന്നു പറന്നു നാം ചെന്നു ചേരും. ഭൂമിയിലെ വാസമതെന്നു തീരും അന്നു പറന്നു നാം ചെന്നു ചേരും. സുന്ദര മന്ദിരം ശുദ്ധര പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. സുന്ദര മന്ദിരം ശുദ്ധര പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. നാഥൻ വരും നാളിൽ നാഥനോടം നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ നാഥനോടം നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിലെ ഒരു ചോദ്യമാണ് നാം ചിന്തിച്ചു വരുന്നത്. 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും നമുക്ക് ചേർത്ത് വായിക്കാം. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ. നീ നീതിമാനായാൽ സർവശക്തന് പ്രയോജനമുണ്ടോ? നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ? മനുഷ്യൻ ജ്ഞാനിയായതുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ടോ? മനുഷ്യൻ നിഷ്കളങ്കനാണ് എന്നുള്ള ഭാവത്തോടെ നടന്നാൽ ഇങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് മാത്രം ദൈവത്തിന് ലാഭമുണ്ടോ? ദൈവമക്കളെ, വേദപുസ്തകത്തിലെ കാതലായ ചില ചോദ്യങ്ങളാണിതൊക്കെ. മനുഷ്യന് സ്വന്തമായിട്ടൊരു നീതിയുണ്ട്, മനുഷ്യന് സ്വന്തമായിട്ടൊരു നിഷ്കളങ്കതയുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു നിഷ്കളങ്കത, അവന് തന്നെ അനുഭവപ്പെടുന്ന ഒരു നിഷ്കളങ്കതയുണ്ട്. ആ നിഷ്കളങ്കത കൊണ്ട് മനുഷ്യന് പ്രയോജനമുണ്ടോ? അവൻ വേറെ പാപമൊന്നും ചെയ്യുന്നില്ല, ഒരു നീതിമാനായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ടോ? അവന് ആത്മീയമായ ജ്ഞാനമുണ്ട്, വേദപുസ്തകം അറിയാം, പ്രാർത്ഥനകളറിയാം, പ്രമിയോനുകളറിയാം, ഗീതങ്ങളറിയാം. അങ്ങനെ ആത്മീയമായും ഭൗതികമായും ഒരു സെക്യുലാർ നല്ല വിദ്യാഭ്യാസമുണ്ട്.
എല്ലാം ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ടോ? ഇതൊന്നും ഒന്നിൻ്റെ അടയാളമല്ല. നല്ല ആത്മീയ പാരമ്പര്യവും നല്ല ആത്മീയ ഗീതങ്ങളറിയാം, തിയോളജി അറിയാം, ആത്മീയ പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ തന്നെത്താൻ നിഷ്കളങ്കനായിട്ട് ജീവിക്കുന്നു, അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ളതായ നീതി പ്രവൃത്തികളും സ്വയം നീതിയും അറിവും ജ്ഞാനവും എല്ലാം മനുഷ്യനുണ്ട്. പക്ഷേ അതൊന്നും ഒരു മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമുള്ളവനാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമല്ല, അതിൻ്റെ അടയാളമല്ല. ക്രിസ്ത്യാനികളായവർക്കറിയാം, ഒന്നുകിൽ മാമോദീസ അല്ലെങ്കിൽ സ്നാനം ഏതെങ്കിലും അവരെടുത്തവരായിരിക്കും. പക്ഷേ ആ ഒരു ചടങ്ങ് അനുഷ്ഠിച്ചുള്ളത് കൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാണെന്ന് അർത്ഥമുണ്ടോ? അതുകൊണ്ട് മാത്രം യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനാണ് ഞാൻ എന്നർത്ഥമുണ്ടോ? യേശുവെ നോക്കി ജീവിക്കും, അല്ലെങ്കിൽ യേശുവിനായി ജീവിക്കും എന്നെല്ലാമുള്ള പാട്ടുകളെല്ലാം നമുക്കുണ്ട്. ആ പാട്ടെല്ലാം പാടുന്നത് കൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവനാണെന്ന് അർത്ഥമുണ്ടോ? ഒരു വിവാഹം കഴിച്ച സ്ത്രീ നല്ല സ്വർണത്തിൻ്റെ താലി അണിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ കയ്യിൽ വെഡിങ് റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് അവർ സ്നേഹമുള്ള ഐക്യമുള്ള ദമ്പതിമാരാണെന്ന് അർത്ഥമുണ്ടോ? ഒരേ കാറിൽ കയറി ദേവാലയത്തിൽ വരുന്നു, പ്രാർത്ഥനാ ഹോളിൽ വരുന്നു, അതുകൊണ്ട് അവരുടെ കുടുംബജീവിതം ഐക്യമുള്ളതാണെന്ന് അർത്ഥമുണ്ടോ? ഇതെല്ലാം ബാഹ്യമായതാണ്. ഇതെല്ലാം ബാഹ്യമായ കുറേ ചടങ്ങുകൾ മാത്രമാണ്. നാം ദിവസം വായിക്കുമ്പോൾ ലോത്തിനെയും ലോത്തിൻ്റെ ഭാര്യയെയും അവൻ്റെ 2 മക്കളെയും കാണുന്നുണ്ട്. അന്ന് വാഹനമുണ്ടായിരുന്നെങ്കിൽ അവർ ഒരേ വാഹനത്തിൽ, ലോത്ത് വാഹനം ഓടിക്കും, ഭാര്യ സൈഡിലിരിക്കും, മക്കൾ ബാക്ക് സീറ്റിലിരിക്കും. എല്ലാം ശരിയാണ്. പുറമേ നോക്കുന്നവർക്ക് എല്ലാം ശരിയായിട്ടുണ്ടെന്ന്. കാരണം ലോത്തും ലോത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒരു വാഹനത്തിൽ വരുന്നു, എല്ലാം ശരിയെന്ന് തോന്നും. പക്ഷേ ആ സ്ത്രീ എന്ത് കഠിനഹൃദയമുള്ള സ്ത്രീയായിരുന്നു, എന്തൊരു തന്നിഷ്ടമുള്ള കാര്യമായ സ്ത്രീയായിരുന്നു, എന്തൊരു സ്വന്തം കടും പിടുത്തമുള്ള സ്ത്രീയായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. അവൾ ഉപ്പുതൂണായിപ്പോയെന്ന് കരുണയുള്ള കർത്താവിൻ്റെ വചനം തന്നെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷേ അവളും ഒരു ഭാര്യയായിരുന്നു, അവളും ഒരു അമ്മയായിരുന്നു, എല്ലാം അതുവരെ ഭംഗിയായി നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരു സമയം വന്നപ്പോൾ ആ സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം, ആ ഹൃദയത്തിൻ്റെ ആ ഒരു ലോകമയത്വം, ലോകത്തോടുള്ളതായ അവളുടെ വലിയൊരു അഭിനിവേശം അവളെ നശിപ്പിച്ചു കളഞ്ഞു. നമുക്കറിയാം, ഭക്തനായ ദാവീദിൻ്റെ ഭാര്യ മീഖള് എന്തൊരു നിഗളിയായൊരു സ്ത്രീയായിരുന്നു. നിഗളമായിരുന്നില്ലേ? പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അനന്യാസും സഫീറയും അവർ ഒരുമിച്ച് പ്രാർത്ഥനാ ഹോളിൽ വന്ന് കൈകളുയർത്തി പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിലെ ഭക്തിയുടെ അടയാളമായിരുന്നു ഇതൊക്കെ. ഇതൊന്നും ഭക്തിയുടെ അടയാളമല്ല. അതുകൊണ്ടാണ് നാം വായിച്ചത്, ഒരുവൻ്റെ നീതിമാനാണെന്നുള്ള ബോധമോ അവൻ്റെ സ്വന്തമായ നിഷ്കളങ്കതയോ അവൻ്റെ പാണ്ഡിത്യമോ ആത്മീയ താല്പര്യമോ അതുപോലെ വേദപുസ്തകത്തിലുള്ള പരിജ്ഞാനമോ ഒന്നും ആ മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമുള്ളവനാണ്, കുടുംബത്തിന് പ്രയോജനമുള്ളവനാണ് എന്നുള്ളതിൻ്റെ യാതൊരു ലക്ഷണവുമല്ല, അടയാളവുമല്ല, അതൊന്നും തന്നെ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമുള്ളവനാകണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ കൂടെ ഉണ്ടാകണം. അബ്രഹാമും ഹാഗാറും കൂടെ ചേർന്നു. അബ്രഹാമും ഹാഗാറും തമ്മിൽ ബന്ധത്തിൽ ജീവിച്ചു. എന്തുണ്ടായി? ഇസ്മായേൽ എന്ന് പറയുന്ന മകനുണ്ടായി. കാട്ടുകഴുതയുടെ സ്വഭാവമുള്ള ഒരു മകനുണ്ടായി. അതേ അബ്രഹാമും സാറായും കൂടെ സ്നേഹത്തിൽ ജീവിച്ചു. എന്തുണ്ടായി? ഇസ്ഹാക്ക് എന്ന് പറയുന്ന അനുസരണമുള്ള ഒരു മകനുണ്ടായി. അനുസരണമുള്ള ഒരു മകനുണ്ടായി. ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്? അബ്രഹാമും ഹാഗാറും കൂടെ ചേർന്നപ്പോൾ കാട്ടുകഴുതയുടെ സ്വഭാവമുള്ള ഒരു മകനുണ്ടായി. അബ്രഹാമും സാറായും കൂടെ ചേർന്നപ്പോൾ അനുസരണമുള്ള ഇസ്ഹാക്കുണ്ടായി. എന്താണ് അതിൽ നിന്നുള്ള പാഠം? അതിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യമുള്ളവരും സ്നേഹമുള്ളവരും വിശ്വാസമുള്ളവരുമാണെങ്കിൽ അതെല്ലാം തലമുറയുടെ സ്വഭാവത്തിൽ പ്രകടമായി കാണും. അതെല്ലാം മക്കളുടെ സ്വഭാവത്തിലെ
ബാധിക്കുന്ന ഘടകങ്ങളാണിതെല്ലാം. മക്കളുടെ സ്വഭാവത്തെ ഇതെല്ലാം അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇതിനെല്ലാം സ്വാധീനമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അബ്രഹാമും സാറായും കൂടെ ചേർന്നപ്പോൾ മക്കളുണ്ടായി, പക്ഷേ വിവിധ സ്വഭാവമുള്ള മക്കളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് സ്ത്രീകളെ പ്രത്യേകം പ്രബോധിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ദൈവമക്കളായി തീരണമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാം. ദൈവത്തിൻ്റെ വചനമാണ്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടണം. എല്ലാവർക്കുള്ള ഉത്തരവാദിത്തമാണ് എല്ലാവരും ദൈവമക്കളാകണമെന്നുള്ളത്. എന്നാൽ സ്ത്രീകൾക്കുള്ളതായ പ്രത്യേകമായൊരു പ്രബോധനം അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് കൊടുക്കുകയാണ്. സ്ത്രീകൾ സാറായുടെ മക്കളാകണമെന്ന്. സ്ത്രീകൾ സാറായുടെ മക്കളാകണം. കാരണം സാറായുടെ സ്വഭാവത്തിൽ ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ ഭാര്യമാരെ സ്ത്രീകളുടെ സ്വഭാവത്തിൽ ഉണ്ടാകണമെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. എന്താണ് സാറായുടെ സ്വഭാവത്തിലുള്ള ആ സവിശേഷത? എന്തെല്ലാമാണ്? ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. സാറ ഒരു വിശ്വാസിയായി തീർന്നു. സാറായുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നാം ഭർത്താവിൻ്റെ കൂടെ പോരുന്നൊരു സ്ത്രീയായി മാത്രമേ കാണുന്നുള്ളൂ. ഭർത്താവ് കൂട്ടായ്മയ്ക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും കൂട്ടായ്മയ്ക്ക് വരുന്നു. ഭർത്താവ് പള്ളിയിൽ പോകുന്നു, ഭാര്യയും പള്ളിയിൽ പോകുന്നു. ഭർത്താവ് ദൈവമക്കളോടുമായിട്ടുള്ള നല്ല സഖിത്വമുണ്ട്, അതുപോലെ ഭാര്യയും ദൈവമക്കളുമായിട്ടുള്ള ഒരു സഖിത്വമെല്ലാം ഉണ്ട്. ഭർത്താവിൻ്റെ ഒരു ആത്മീയം, ഭർത്താവിനെ അനുകരിക്കുന്ന ഒരു ആത്മീയം, തന്നെത്താൻ ഒരു ആത്മീയമൊന്നുമില്ല, തന്നെത്താൻ ഒരു നിശ്ചയമൊന്നുമില്ല, തന്നെത്താനുള്ള സമർപ്പണമൊന്നുമില്ല. ഭർത്താവിനോട് ചേർന്ന് ഇങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീ, ഇതെല്ലാം നമുക്ക് ഈ തലമുറയിലും കാണാൻ സാധിക്കും. ഭർത്താവ് കൂട്ടായ്മയ്ക്ക് പോകുന്നു, അതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് പോകുന്നു. ഭർത്താവ് വണ്ടിയെടുത്ത് ഏതായാലും പോകും, എന്നാൽ പിന്നെ ഞാനും മക്കളും കൂടി അങ്ങ് പോയേക്കാം എന്ന് ധരിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ദൈവത്തിൻ്റെ വേലയ്ക്കും ആരാധനയ്ക്കെല്ലാം പോകുന്നതായ ദമ്പതികളെ നമുക്ക് കാണാൻ സാധിക്കും. ഭാര്യ ഏതായാലും പോകും, എന്നാൽ പിന്നെ ഭാര്യയ്ക്ക് കൂട്ടായിട്ട് ഞാനും പോയേക്കാം. ഞാനങ്ങനെയാണ്. ഞാനിന്ന് കുറ്റബോധത്തോടെ ഓർക്കുകയാണ്. ഞാൻ ദൈവവചനം കേൾക്കാൻ ആദ്യകാലത്ത് വരുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് വരുന്ന ഒരാളായിരുന്നില്ല. സ്വന്തമായി എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാര്യയുടെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഭാര്യ പോകുന്നു. എന്നാൽ മാസത്തിൽ ഒരു ദിവസം ഞാനൊന്ന് പോയേക്കാം. പല ദിവസങ്ങളിൽ യോഗമുണ്ട്, എല്ലാ യോഗത്തിനൊന്നും ഞാൻ പോവുകയില്ല. എന്നാൽ ഭാര്യ പോകുന്നത് കൊണ്ട് ഭാര്യയുടെ കൂടെ ഒരു ദിവസം ദൈവവചനം കേൾക്കാൻ പോകാം. അത്രയുമുള്ള സമർപ്പണമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ദൈവമക്കളെ, തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ അത്രയും ഉണ്ടായിരുന്നുള്ളൂ സാറായിക്ക്. ആ സമർപ്പണ അത്രയുമുള്ള ആ കുറവുള്ള കാലത്ത് അവൾ അബ്രാഹാമിനോടുകൂടെ ജീവിച്ചു. ഇസ്ഹാക്ക് ഉണ്ടായില്ല, ഇസ്ഹാക്ക് ജനിച്ചില്ല. തന്നെത്താൻ സമർപ്പണമില്ലാത്ത കാലത്ത് ദമ്പതിമാരായി ജീവിച്ചാലും ശരി, അനുഗ്രഹീത തലമുറയുണ്ടായില്ല. അവിടെ ഒരു സമാധാന ഗ്രഹമുണ്ടായില്ല. അങ്ങനെ തന്നെത്താൻ സമർപ്പണമില്ലാത്ത കാലം, ഒരാൾക്കൊരു സമർപ്പണമുണ്ട്, പക്ഷേ മറ്റേയാൾക്കില്ല. അങ്ങനെ ജീവിച്ച കാലത്ത് ആ കുടുംബത്തിൽ ഐക്യമുണ്ടായില്ല. ആ കുടുംബത്തിൽ കോലാഹലമായിരുന്നു. ആ കുടുംബത്തിൽ അന്യോന്യ വിദ്വേഷമായിരുന്നു, ഭീഷണി വാക്കുകളായിരുന്നു. എന്നാൽ സാറ വിശ്വാസിയായി. വേദപുസ്തകം പറയുന്നു, 11-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഇബ്രാഹിം ലേഖനം. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. സാറ തന്നെത്താന് ദൈവത്തെ പിടിച്ചു. സാറ തന്നെത്താന് വിശ്വസിച്ചു. ഒരു ജീവനുള്ള ദൈവമുണ്ടെന്നും എൻ്റെ ഭർത്താവിനെ വിളിച്ച ദൈവം ജീവനുള്ള ദൈവമാണെന്നും ആ ദൈവം എന്നെയും വിളിക്കുന്നുവെന്നും ആ ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പണം എടുക്കണമെന്നും അവൾ തന്നെത്താൻ തീരുമാനമെടുത്തു. സാറ ദൈവത്തെ വിശ്വസിച്ചു. അവൾക്ക് എല്ലാ ശക്തിയും തിരിച്ചു കിട്ടി. അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നതായ ആ യൗവനം, പുത്രോത്പാദനത്തിനുള്ളതായ കഴിവ് എല്ലാം അവൾക്ക് തിരിച്ചു കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുവരെ ഇവർ ദമ്പതിമാരായിരുന്നില്ലേ? അതുവരെ ഇവർ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നില്ലേ? എല്ലാം ഉണ്ടായിരുന്നു. അബ്രഹാം പ്രാർത്ഥിക്കും, ഭാര്യയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, എല്ലാവരും പാട്ട് പാടും, പ്രാർത്ഥിക്കും, എല്ലാം ഉണ്ട്.
പക്ഷേ അനുഭവങ്ങളുണ്ടായില്ല. അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ തന്നെത്താൻ സമർപ്പണമുണ്ടാകണം. ഭാര്യയ്ക്ക് സമർപ്പണമുണ്ടാകണം, ഭർത്താവിന് സമർപ്പണമുണ്ടാകണം, മക്കൾക്ക് വ്യക്തിപരമായ സമർപ്പണമുണ്ടാകണം. അതുണ്ടാകുന്നതുവരെയും ദൈവാനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കില്ല. സമാധാനമുള്ള ഒരു കുടുംബം പോലും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സാറായുടെ മക്കളാകണം എന്ന് വെച്ചാൽ ഒരു അനുകരണ ആത്മീയമല്ല വേണ്ടത്. ഭർത്താവിനെ അനുകരിക്കുന്ന ഒരു ഭാര്യയായി ജീവിച്ചാൽ പോരാ. രണ്ടാമത്, നമുക്ക് സാറായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചില സവിശേഷതകൾ കാണാനായിട്ട് സാധിക്കും. സാറ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അതുവരെയും ഭർത്താവിനെ ഭരിക്കുന്നയാളായിരുന്നു, ഭർത്താവിനെ കുറേയൊക്കെ ഉപദേശിക്കുന്നയാളായിരുന്നു. അബ്രാഹാമിനോട് ഇന്നതൊക്കെ ചെയ്യ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞ് അബ്രാഹാമിനെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഒരു സ്ത്രീയായിരുന്നു സാറ. അതെല്ലാം മാറി അബ്രാഹാമിനെ അനുസരിക്കുന്ന സ്വഭാവത്തിലേക്ക് വന്നപ്പോൾ അനുസരിക്കുന്ന മകനുണ്ടായി. സാറ പൂർണ്ണമായും ദൈവത്തെ അനുസരിച്ചു, വിശ്വാസിയായി അബ്രാഹാമിനെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അനുസരണമുള്ളതായ ഒരു മകനുണ്ടായി. മൂന്നാമത്, നാം സാറായി കാണുന്നൊരു പ്രത്യേകതയുണ്ട്. ഭർത്താവിന് തെറ്റുപറ്റി, ഭർത്താവിന് തെറ്റുകൾ സംഭവിച്ചു, പല തെറ്റുകൾ സംഭവിച്ചു. പക്ഷേ സാറ അബ്രാഹാമിനെ വിട്ടുപോയില്ല. ഭർത്താവിൻ്റെ താഴ്ചയുടെ കാലത്ത്, വീഴ്ചയുടെ കാലത്ത് ആ ഭർത്താവിനെ അവൾ ഉപേക്ഷിച്ചു പോയില്ല. ഇന്ന് അനേകർക്കും പാളിച്ചു വരുന്ന അവിടെയെല്ലാമാണ്. മനഃപൂർവ്വം വിട്ടുപോയില്ലെങ്കിലും ഹൃദയം കൊണ്ട് ഭർത്താവിനെ കുറവുള്ളവനായി കണക്കാക്കും, കഴിവില്ലാത്തവനായി കണക്കാക്കും, ഒന്നിനും കൊള്ളാത്തവനായി കണക്കാക്കും, മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തി കഴിവില്ലാത്തവനായിട്ട് കണക്കാക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർ വിട്ടുപോകും. സമ്പത്തിൻ്റെ കാലത്ത്, പ്രതാപത്തിൻ്റെ കാലത്ത്, നല്ല ആരോഗ്യമുള്ള കാലത്ത് ഭർത്താവിനോട് ചേർന്ന് ജീവിച്ച എത്രയോ ഭാര്യമാർ ഭർത്താവിന് സ്കിൻ ഡിസീസ് വന്നപ്പോൾ ഭർത്താവിനെ വിട്ടുപോയി. അല്ലെങ്കിൽ ഭർത്താവിന് താഴ്ച വന്നപ്പോൾ അവൾ പിണങ്ങി, അവൾക്ക് തൃപ്തിക്കുറവായി, ഇഷ്ടക്കുറവായി, ഭിന്നതയായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാറായുടെ മക്കളാകണം. ഇതാണ് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന് സ്ത്രീകളോട് പറയാനുള്ളത്. നിങ്ങൾ തന്നെത്താൻ ദൈവത്തെ പിടിക്കണം. രണ്ടാമത്, നിങ്ങൾ ഭർത്താവിൻ്റെ താഴ്ചയുടെ കാലത്ത്, വീഴ്ചയുടെ കാലത്ത് അവനെ ഉപേക്ഷിച്ച് പോകരുത്. മൂന്നാമത്, നിങ്ങൾ വിശ്വാസികളായി നിങ്ങൾ ഭർത്താവും ഭാര്യയും തമ്മിൽ പൂർണ്ണ ഐക്യത്തിലും ഒരു ഹാർമോണിയസ് ലൈഫിലേക്ക് വരുമ്പോഴാണ് സമാധാനമുള്ള, അനുസരണമുള്ള മക്കളുണ്ടാകുന്നതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതാണ് കുടുംബസമാധാനം, കുടുംബത്തിൽ ഐക്യം. സ്വർഗം പോലെയുള്ള കുടുംബം എന്നെല്ലാം അനുഗ്രഹീത സുവിശേഷകനായ യോഹന്നാൻ സർ പറയാറുണ്ട്, നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാകണമെന്ന്. അബ്രാഹാമിൻ്റെ കുടുംബം സ്വർഗമായപ്പോൾ സ്വർഗം ആ കുടുംബത്തിൽ പ്രവർത്തിച്ചു. അബ്രാഹാമിൻ്റെ കുടുംബം സ്വർഗമായത് അബ്രാഹാമിനെ ദൈവം വിളിച്ച കാലത്തല്ല, അബ്രാഹാമിൻ്റെ വാർദ്ധക്യത്തിൽ, അബ്രാഹാമിൻ്റെ സകല കഴിവും പോയപ്പോൾ, സാറായുടെ കഴിവെല്ലാം പോയപ്പോൾ അബ്രാഹാമിൻ്റെ കുടുംബം പൂർണ്ണമായും ഒരു സ്വർഗമുള്ള കുടുംബമായി, സ്വർഗമായി അത്. അപ്പോൾ അവിടെ അനുഗ്രഹീതരായ മക്കൾ പിറക്കാൻ തുടങ്ങി. പ്രയോജനമുള്ള ഒരു കുടുംബമായി, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു കുടുംബമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബം ദൈവത്തിന് പ്രയോജനമുള്ള കുടുംബമാണോ? നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്കതായ ഒരു കുടുംബജീവിതമാണോ? ഒരു അനുഗ്രഹീത സന്തതിയെ, ഒരു അനുസരണമുള്ള, സുവിശേഷത്തിന് പ്രയോജനമുള്ള ഒരു മകനെ ജനിപ്പിക്കാൻ തക്കതായ ഒരു കുടുംബജീവിതമാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെയുള്ളൊരു ഐക്യത്തിലാണോ നിങ്ങൾ കഴിയുന്നത്? അബ്രാഹാം മകനെ പഠിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രാഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രാഹാം പറഞ്ഞു. ദൈവം കരുതിക്കൊള്ളും. അബ്രാഹാം മകനെ ആത്മീയം പഠിപ്പിച്ചു. ആ സ്വന്തം മകനെ ആത്മീയം പഠിപ്പിച്ചു. ആ മകൻ ആത്മീയമായൊരു ചോദ്യം ചോദിച്ചപ്പോൾ തക്കതായൊരു ഉത്തരം അവിടെ കൊടുത്തു. ദൈവം സന്തോഷിക്കുന്ന ഒരു മറുപടി ആ മകന് കൊടുത്തു. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ആത്മീയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തക്കതായ മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് തക്കതായ ഒരു ഉത്തരം കൊടുക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവവുമായി ബന്ധമുണ്ടോ? അബ്രഹാമിന് ദൈവവുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് മകൻ ചോദിച്ചപ്പോൾ
വ്യക്തമായ മറുപടി കൊടുത്തു. നമുക്ക് ഇസ്ഹാക്കിൻ്റെ കാര്യം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കാം. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ആ ആണ്ടിൽ എന്നുള്ള വാക്കിനാണ് പ്രത്യേകത. 100 മേനി വിളവ് എപ്പോഴാണ് കിട്ടിയത്? ആ ആണ്ടിൽ കിട്ടി. എന്താണ് ആ ആണ്ടിൻ്റെ പ്രത്യേകത? നിങ്ങൾ ആ അധ്യായം വായിച്ചാൽ, ഇസ്ഹാക്കിൻ്റെ ജീവിതം വായിച്ചാൽ ചില പ്രത്യേകതകളെ കാണാൻ സാധിക്കും. 26-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗരാരിൽ ഫെലിസ്ത്യർ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. ഇസ്ഹാക്കിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായി. ആ വർഷം എന്തെല്ലാം ഉണ്ടായി? ഒന്നാമത് ഇസ്ഹാക്കിന് ക്ഷാമമുണ്ടായി. രണ്ടാമത് 7-ാമത്തെ വാക്യം വായിക്കാം. അങ്ങനെ ഇസ്ഹാക്ക് ഗരാരിൽ പാർത്തു. ആ സ്ഥലത്ത് ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എൻ്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു. ഇസ്ഹാക്കിന് തെറ്റുപറ്റി. 10-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ അബീമേലെക്ക്, നീ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് ഇളിഭ്യനായിപ്പോയി. മറ്റുള്ളവർ ക്ഷയം വച്ചു. 3 കാര്യങ്ങൾ സംഭവിച്ചു ആ ആണ്ടിൽ. ഒന്നാമത് ക്ഷാമം വന്നു, രണ്ടാമത് പാപം വന്നു, മൂന്നാമത് ഇളിഭ്യനായിപ്പോയി. സെൽഫ് പിറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ തരത്തിലും ഇസ്ഹാക്ക് ക്ഷീണിച്ചു പോയൊരു കാലം. ഭൗതികമായി ക്ഷീണിച്ചു, ആത്മീയമായി ക്ഷീണിച്ചു, പരിഹാസപാത്രമായിപ്പോയി, കഴിവില്ലാത്തവനായിപ്പോയി. നാട്ടുകാരുടെ മുമ്പിൽ പരസ്യമായി കഴിവില്ലാത്തൊരു ഭർത്താവ്, സാമർഥ്യമില്ലാത്തൊരു ഭർത്താവ്. ഭാര്യയ്ക്ക് പോലും മനസ്സിലായി സാമർഥ്യമില്ലാത്ത ഒരു ഭർത്താവ്. ദൈവമക്കളെ, 3 തിരിച്ചടികൾ നേരിട്ട ഒരു വർഷം. ഒന്നാമത് ക്ഷാമം, രണ്ടാമത് പാപം, മൂന്നാമത് ഇളിഭ്യനായിത്തീർന്ന ആ വർഷം. അങ്ങനെ എല്ലാ തരത്തിലും തകർന്ന ആ വർഷമാണ്. ഇസ്ഹാക്ക് വിതച്ചു, 100 മേനി വിളഞ്ഞു, പ്രയോജനമുള്ളവനായിത്തീർന്നു. ജീവനുള്ള ദൈവം കൈവിടുന്നവനല്ല, അവൻ മറക്കുന്നവനല്ല. എല്ലാ തരത്തിലും തകർന്നു പോയ ആ വർഷം എല്ലാ തരത്തിലും തകർന്നുപോയി. എല്ലാം അടിക്കടി, എല്ലാം ഒരൊറ്റ വർഷം തന്നെ എല്ലാ പരാജയവും നേരിട്ടപ്പോൾ ദൈവം അവനെ നിരാശയിലേക്ക് വിടുകയല്ല ചെയ്തത്, ഉയർത്തിയെടുക്കുന്നൊരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തോറ്റ വർഷമാണോ? നിങ്ങൾ പരാജയപ്പെട്ട വർഷമാണോ? സ്കൂളിൽ തോറ്റ വർഷമാണോ? കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഉയർത്തിയെടുക്കാനൊരു ദൈവമുണ്ട്. കുടുംബജീവിതത്തിൽ പരാജയം വന്നൊരു വർഷമാണോ? പാപം വന്നു പോയൊരു വർഷമാണോ? ഇളിപ്പിനായി തീർന്നൊരു വർഷമാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇസ്ഹാക്ക് വിതച്ചപ്പോൾ 100 മേനി വിളവ് കിട്ടി. നിനക്കും ഭാവിയുണ്ട്, നിനക്കും അനുഗ്രഹമുണ്ട്, നിനക്കും ഇനിയും നന്മയുണ്ട്. നിൻ്റെ എല്ലാ വീഴ്ചകളിൽ നിന്ന് ഉയർത്തിയെടുക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് ഇസ്ഹാക്കിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അവിടെ വീഴ്ചയുടെ കാലത്ത് നിരാശയില്ലാതെ ഇസ്ഹാക്ക് നിന്നു. ദൈവം അനുഗ്രഹം കൊടുത്തു. നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം. അതിൻ്റെ 32-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കാം. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ജീവിതം നാം കാണുന്നു. യാക്കോബ് ദൈവത്തോട് മല്ലി പിടിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരപ്പനും ആ അപ്പൻ്റെ 4 വയസ്സുള്ള മകനും കൂടെ ഗുസ്തി പിടിച്ചാൽ ആര് ജയിക്കും പ്രിയപ്പെട്ടവരെ? ഒരപ്പനും അപ്പൻ്റെ 4 വയസ്സുള്ള മകനും കൂടെ ഗുസ്തി പിടിച്ചാൽ ആര് ജയിക്കും? അപ്പൻ ജയിക്കുവോ? മകൻ ജയിക്കുവോ? നമുക്കറിയാം, തീർച്ചയായും മകനെ ജയിക്കുകയുള്ളൂ. യാക്കോബ് ജയിക്കുകയാണ്. അവിടെ യാക്കോബ് ജയിക്കുകയാണ്. യാക്കോബിന് അനുഗ്രഹം കിട്ടിയേ പറ്റൂ. അനുഗ്രഹം കിട്ടിയേ പറ്റുള്ളൂ ദൈവമക്കളെ. എന്നാൽ അനുഗ്രഹം എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ പോരാ, സത്യദൈവത്തിൽ നിന്ന് കിട്ടണം. എൻ്റെ പിതാക്കന്മാർ ആരാധിച്ചു വന്ന ദൈവത്തിൽ നിന്ന് തന്നെ എനിക്ക് അനുഗ്രഹം വേണം. നിങ്ങൾക്ക് ആ ദാഹമുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തു തന്നെ നിങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം. നിൻ്റെ വിവാഹത്തെ യേശു തന്നെ അനുഗ്രഹിക്കണം. എൻ്റെ വ്യക്തി ജീവിതത്തെ യേശു തന്നെ അനുഗ്രഹിക്കണം. എൻ്റെ പരീക്ഷ യേശു തന്നെ എനിക്ക് എഴുതിത്തരണം. എനിക്കൊരു നല്ല ജോലി യേശു തന്നെ തിരഞ്ഞെടുത്ത് തരണം. എനിക്കൊരു നല്ല ഭവനം യേശു തന്നെ പണിത് തരണം.
എൻ്റെ സഹോദരങ്ങളെ, ഈ നിശ്ചയമുണ്ടോ? അതാണ് യാക്കോബിന് ആ നിശ്ചയമുണ്ടായിരുന്നു. ജീവനുള്ള ദൈവം തന്നെ എന്നെ അനുഗ്രഹിക്കണം. ഏതെങ്കിലും ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ പോരാ, എവിടെ നിന്നെങ്കിലും എനിക്ക് അനുഗ്രഹം കിട്ടിയാൽ പോരാ, എനിക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം തന്നെ വേണം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കൂ. യേശു തന്നെ എന്നെ അനുഗ്രഹിക്കണം. യേശു തന്നെ എന്നെ വിവാഹമണ്ഡപത്തിലേക്ക് കൊണ്ടുപോകണം. യേശു തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണം. യേശു തന്നെ എനിക്കൊരു നല്ല വിവാഹം സെലക്ട് ചെയ്ത് തരണം. യേശു തന്നെ എനിക്കൊരു വീടുണ്ടാക്കി തരണം. യേശു തന്നെ എന്നെ സൗഖ്യമാക്കണം. യേശു തന്നെ എൻ്റെ ഭാവി കാര്യം ഏറ്റെടുക്കണം. യേശു തന്നെ എൻ്റെ ഈ തളർച്ച മാറ്റണം. പകരം എനിക്ക് കൊടുക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. 4 വയസ്സുള്ള മകനും ഒരപ്പനും കൂടെ ഗുസ്തി പിടിക്കുന്നത് പോലെ യാക്കോബ് ദൈവമായിട്ട് മല്ലി പിടിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനോട് മുട്ടിപ്പായി ചോദിക്കൂ. മല്ലി പിടിക്കുകയാണ്. നിങ്ങൾക്ക് 4 വയസ്സ് പ്രായമേ ഉള്ളൂ, ഒരു കുട്ടിയെ പോലെ. അപ്പനോട് മല്ലി പിടിക്കുക. അപ്പ തന്നേ പറ്റൂ, തന്നേ പറ്റൂ, ജയിപ്പിച്ചേ പറ്റൂ, അനുഗ്രഹിച്ചേ പറ്റൂ, എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പ, തന്നേ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായി നിങ്ങൾ ദൈവത്തോട് മല്ലി പിടിക്കുന്നവരാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതം ഒരു ഷോയായപ്പോൾ പോല, മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ചടങ്ങായാൽ പോരാ. ജീവനുള്ള ദൈവത്തോട് ബന്ധമുള്ളതായിരിക്കണം. ക്രിസ്തു തന്നെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ചോര കൊണ്ട് എന്നെ അവൻ മുദ്രയിടണം. യേശുവിൻ്റെ രക്തം കൊണ്ട് എനിക്കൊരു കഴികൾ തരണം. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് തല ഉയർത്തി നിൽക്കണം. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ കിട്ടും. പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്നവനാണ് ഈ ദൈവം. സൗജന്യമായി കൊടുക്കുന്ന യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് വിനയപ്പെടാം. അപ്പാ, നീ തന്നെ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ഈ വീഴ്ചയുടെ കാലത്ത് ഇസ്ഹാക്കിനെ പോലെ ഞാൻ ഇളിപ്പിനായിപ്പോയി. കൂട്ടുകാരുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ, പരിചയക്കാരുടെ മുമ്പിൽ, ഒളിക്സിൻ്റെ മുമ്പിലെല്ലാം ഞാൻ തോറ്റുപോയ ഈ പരീക്ഷയിൽ എനിക്ക് ജയം തരണം. ഈ സമയത്ത് എനിക്കൊരു പ്രത്യേക ജയം നീ തരണം. പകരം എനിക്കൊന്നും തരാനില്ല. എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ഭാവി നിനക്കായി ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞാൻ എന്നും നിൻ്റെ അടിമയായി ജീവിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.